കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ആത്മിക യാത്രയെന്ന ദൈവവചന പഠന പരമ്പരയുടെ അടുത്ത ഒരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്, നീ എരീഹോയിലാണെങ്കിൽ നീ കർത്താവിൻ്റെ കയ്യിലെ ഒരു വെൺമഴു പോലെ ഒരു മൂർച്ചയുള്ള ആയുധമാണ്. നീ ചോദിച്ചാൽ കർത്താവ് പട്ടണങ്ങളെയും രാജ്യങ്ങളെയും നിനക്ക് കൈവശമാക്കി തരും എന്ന് വച്ചാൽ അതിൻ്റെ അർത്ഥം എരീഹോയിൽ നിനക്കൊരു ശുശ്രൂഷയുണ്ടെന്ന്. ഈ എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പോകുന്നത്, ഇൻ ജെറിക്കോ ദർ ഈസ് എ സ്പെസിഫിക് മിനിസ്ട്രി ഫോർ യു. നിനക്കൊരു പ്രത്യേകമായ ശുശ്രൂഷയുള്ള ഇടമാണ് എരീഹോ. അതുകൊണ്ട് ഗിൽഗാലിൽ നിന്ന് ബേഥേലിൽ വന്നു. ബേഥേലിൽ ദൈവത്തെ ആരാധിച്ചിരുന്നത് കൊണ്ട് മാത്രം നിങ്ങൾ തൃപ്തിപ്പെടരുത്. എരീഹോയാണ് നിങ്ങളുടെ ശുശ്രൂഷ നൽകപ്പെടുന്ന സ്ഥലം. നിങ്ങളെ ഒരു മൂർച്ചയുള്ള ആയുധമായി ഉപയോഗിക്കുന്ന സ്ഥലമാണ്. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നമ്മൾ വായിച്ചതാണ്. ദൈവത്തിന് സ്തോത്രം. ഈ 1-ാം അധ്യായം 6-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, എന്നാൽ എരീഹോവിനെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ചുറപ്പാക്കിയിരുന്നു, ആരും പുറത്തിറങ്ങിയില്ല, അകത്ത് കയറിയുമില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ദൈവമക്കൾക്കെതിരായിട്ട് അടയ്ക്കപ്പെട്ട പട്ടണം ദൈവം ശപിച്ചു കളഞ്ഞു. സ്തോത്രം. അതിൻ്റെ അവസാന വാക്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം, അവിടെ എഴുതിയിരിക്കുന്ന വാക്യം എങ്ങനെയാണ്? അതിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ, അക്കാലത്ത് യോശുവ ശപഥം ചെയ്തു, ഈ എരീഹോ പട്ടണത്തെ പണിയുവാൻ തുനിയുന്ന മനുഷ്യൻ യഹോവയുടെ മുൻപാകെ ശപിക്കപ്പെട്ടവൻ. അവൻ അതിൻ്റെ അടിസ്ഥാനമിടുമ്പോൾ അവൻ്റെ മൂത്ത മകൻ നഷ്ടമാകും, അതിൻ്റെ കതക് തൊടുക്കുമ്പോൾ ഇളയ മകന് നഷ്ടമാകും എന്ന് പറഞ്ഞു. അങ്ങനെ യഹോവ യോശുവോട് കൂടെ ഉണ്ടായിരുന്നു. നോക്കിക്കേ, നിൻ്റെ കൂടെ കർത്താവ് ഉണ്ടെങ്കിൽ നീ ചെല്ലുന്ന പട്ടണത്തിൽ, നീ ചെല്ലുന്ന രാജ്യത്ത് നിൻ്റെ കൺട്രോളിലായിരിക്കും കാര്യങ്ങൾ നടക്കുക. കാരണം ദൈവം നിൻ്റെ കൂടെയുണ്ട്. യോസേഫിൻ്റെ കൂടെ ദൈവമുണ്ടായിരുന്നു. യോസേഫ് ആ രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിട്ട് മാറി. മോശ കർത്താവിൻ്റെ കയ്യിലെ ഒരു ആയുധമായിരുന്നു. മോശയെ 30 ലക്ഷം ആളുകളുടെ നായകനാക്കി കർത്താവ് മാറ്റി. ഇവിടെ യോശുവ നിങ്ങൾ നോക്കൂ, യോശുവ 31 രാജാക്കന്മാരെയും 10 ജാതികളെയും നിഗ്രഹിച്ച് എരീഹോയും തകർത്ത് ഇപ്പോൾ പട്ടണം കൈവശമാക്കി. അവരുടെ വാഗ്ദത്ത ദേശം അവൻ കൈവശമാക്കി. പക്ഷേ നിങ്ങൾ നോക്കൂ, ആ എരീഹോയെ അന്ന് യോശുവ ശപിച്ചതാണ്. യോശുവ ശപിച്ച ആ പട്ടണം അത് തലമുറയെ നഷ്ടപ്പെടുന്ന പട്ടണമാണ്. 1 രാജാക്കന്മാർ 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച, ആ യോശുവയുടെ ആ ശാപവാക്കുകൾ നിലനിൽക്കുമ്പോൾ ആ പട്ടണത്തെ പണിയുവാൻ ഒരു രാജാവ് പരിശ്രമിച്ചു. ബേഥേലിനായ ഹിയേൽ എരീഹോ പണിതു. യഹോവ നൂൻ്റെ മകനായ യോശു മുഖാന്തരം അരുളിച്ചെയ്ത വചനപ്രകാരം അതിൻ്റെ അടിസ്ഥാനം ഇട്ടപ്പോൾ അവൻ അബീറാം എന്ന മൂത്ത മകനും അതിൻ്റെ പടിവാതിൽ വെച്ചപ്പോൾ ഗശൂബ് എന്ന ഇളയ മകനും നഷ്ടം വന്നു. നോക്കൂ, നിരവധി വർഷങ്ങൾക്ക് അപ്പുറത്താണ് ഒരാൾ ആ പട്ടണം പണിയാൻ തീരുമാനിച്ചത്. ദൈവവചനത്തെ ധിക്കരിച്ച് പണിയാൻ ശ്രമിച്ചവൻ ശപിക്കപ്പെട്ടു, അവൻ്റെ തലമുറ നഷ്ടമായി. അപ്പോൾ എരീഹോ ഇപ്പോൾ ശപിക്കപ്പെട്ട പട്ടണമാണ്. നൗ ജെറിക്കോ ഈസ് എ കേഴ്സ്ഡ് സിറ്റി. അത് തലമുറയെ നശിപ്പിക്കുന്ന പട്ടണമാണ്, തലമുറയ്ക്ക് നാശമുണ്ടാകുന്ന പട്ടണമാണ്. അഭിഷേകം പ്രാപിച്ച്, ഇരട്ടിപ്പങ്ക് അഭിഷേകം പ്രാപിച്ച്, ദൈവത്തിന് സ്തോത്രം, ഏലിയാവിൻ്റെ മേൽ നിന്ന് വീണ പുതപ്പും അഭിഷേകത്തിൻ്റെ ശക്തിയുമായി പുറപ്പെടുന്ന എലീശയെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. എലീശ ഏലിയാവിൻ്റെ മേൽ നിന്ന് വീണ പുതപ്പെടുത്ത് 4ആയിട്ടടിച്ച് ഏലിയാവ് ചെയ്തതുപോലത്തെ തന്നെ അത്ഭുതം ചെയ്തുകൊണ്ടാണ് എലീശയുടെ രംഗപ്രവേശം. ഏലിയാവ് അവസാനം ചെയ്ത മിറക്കിളാണ് എലീശ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ എത്ര ഇരട്ടി ശക്തിയാണ് ആ മനുഷ്യൻ്റെ മേലുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവത്തിന് മഹത്വം. അപ്പോൾ എരീഹോ ദൈവത്തിന് സ്തോത്രം പണിയാൻ തീരുമാനിച്ച ഒത്തിരി പേർ ശാപഗ്രസ്തരായി. മഹാന്മാരെ പലരും ഇത് പണിയാൻ നോക്കി. ബേഥേലിനായി ഹീയേൽ പരിശ്രമിച്ചു, തകർന്നുപോയി. മഹാനായ ഹെരോദാവ് ഇവിടെ വെച്ച് ദാരുണമായി കൊല്ലപ്പെട്ടു. ഇന്ന് എരീഹോ മധ്യപൂർവ്വദേശത്തെ ഏറ്റവും തകർച്ചയുള്ളൊരു പട്ടണമാണ്. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൻ്റെ കാലത്ത് 1,00,000-ലധികം പോപ്പുലേഷൻ എരീഹോയിലുണ്ടെന്നാണ് വേദശാസ്ത്രകാരന്മാർ പറയുന്നത്. എന്നാൽ അതിനകത്ത് കള്ളന്മാരും കൊള്ളക്കാരുമായിരുന്നു നല്ലൊരു സംഖ്യ. ദൈവത്തിന് സ്തോത്രം.
ലൂക്കോസ് 10-ാം അധ്യായത്തിൻ്റെ 30 മുതൽ വായിക്കുമ്പോൾ ഒരാൾ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരാൽ പിടിക്കപ്പെട്ട് അവൻ മോഷ്ടിക്കപ്പെട്ടു, അർദ്ധപ്രാണനായി. നമുക്ക് ആ ഭാഗം അറിയാവുന്നതാണ്. ലൂക്കോസ് 18:35 കർത്താവ് യെരിഹോവിൽ വരുമ്പോൾ കുരുടന്മാരിരുന്നുകൊണ്ടിരിക്കുന്നു. യേശുവേ, ദാവീദ് പുത്ര, ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞ് കരയുന്ന കുരുടന്മാർ, മുടന്തന്മാർ. ലൂക്കോസ് 19:1 ചുങ്കക്കാരൻ സക്കായി എന്ന് പറയുന്ന മനുഷ്യൻ വളർച്ചയിൽ കുറിയവനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പാപിയായ മനുഷ്യൻ, അവന് വളർച്ചയില്ല. അപ്പോൾ യെരിഹോ വളർച്ചയില്ലാത്ത പട്ടണം, കള്ളന്മാരും കൊള്ളക്കാരുമുള്ള പട്ടണം, മുടന്തന്മാരും യാചകന്മാരും മാത്രമുള്ള പട്ടണം. ഇപ്പോൾ ആ പട്ടണത്തിൻ്റെ സകല ഐശ്വര്യവും നഷ്ടപ്പെട്ടു. കാരണം എന്താണ്? ദൈവമക്കൾക്കെതിരെ ആ പട്ടണം അടച്ച് ഉറപ്പാക്കിയിരുന്നു. നിങ്ങൾ നോക്കിക്കോ, ലോകത്തെ ഏത് പട്ടണം നിങ്ങൾ എടുത്ത് നോക്കിക്കോ, ദൈവമില്ല എന്ന് പറയുന്ന പട്ടണങ്ങൾ. ദൈവത്തിന് സ്തോത്രം. സോവിയറ്റ് യൂണിയൻ തകർന്ന് ചാമ്പലായിപ്പോയി. അമേരിക്കയേക്കാൾ ശക്തന്മാരായിരുന്നു ഒരു കാലത്ത് സോവിയറ്റ് യൂണിയൻ, മനസ്സിലാക്കണം. എന്നാൽ ദൈവവചനത്തിനെതിരായി അവർ അടച്ചുറപ്പാക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? ആ രാജ്യം 12 കഷ്ണമായി ഛിന്ന ഭിന്നമായി പോയി. നിങ്ങൾ മനസ്സിലാക്കണം, 12 കഷ്ണങ്ങളായി തിരിഞ്ഞുപോയി. ഇന്ന് കൊച്ചു രാജ്യങ്ങൾ, ദൈവത്തിന് സ്തോത്രം, ഇന്ന് ഒട്ടും ശക്തിയില്ലാത്ത ഒരു രാജ്യമായിട്ടത് മാറി. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചിരുന്ന എത്രയോ രാജ്യങ്ങൾ. കേരളത്തിൽ ആലപ്പുഴ ഡിസ്ട്രിക്റ്റ്, കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന പഴയകാലത്ത് ഏറ്റവും പ്രതാപമുണ്ടായിരുന്ന, സാംസ്കാരികമായി ഏറ്റവും ഉയർന്നു നിന്നിരുന്ന സ്ഥലം, ഭൂപ്രകൃതി കൊണ്ട് മനോഹരമായ കായലുകളും ബീച്ചുകളുമുള്ള സ്ഥലം, ബോട്ടിങ്ങിനൊക്കെ ഏറ്റവും നല്ല സ്ഥലം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, വ്യവസായശാലകൾ കൊണ്ട് നിബിഡമായിരുന്ന ആദ്യത്തെ വ്യവസായ സമരം പുറപ്പെട്ട സ്ഥലം അവിടെയാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, ദൈവമില്ല എന്ന് പറയുന്ന ഒരു പറ്റം ആളുകൾ വന്ന് ആ സ്ഥലം പിടിച്ചെടുത്തപ്പോൾ ആ സ്ഥലം ശാപഗ്രസ്തമായി. ഇന്ന് കേരളത്തിലെ ഏറ്റവും ശപിക്കപ്പെട്ട പട്ടണം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റാണ്. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ അതിപ്രസരമുള്ള സ്ഥലം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ പറഞ്ഞത്, ദൈവമക്കൾക്കെതിരായി, ദൈവത്തിനെതിരായി എവിടെയെല്ലാം അടച്ചിട്ടുണ്ടോ അവിടെയെല്ലാം തകർന്നു പോയി. എന്നാൽ നിങ്ങൾ ചൈനയെ നോക്കൂ. ചൈന ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കൺവെർഷൻ നടക്കുന്ന സ്ഥലം ചൈനയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ ഇന്നുള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ചൈനയിലാണ്. ചൈനയിൽ പുറമേ കാണാൻ കഴിയത്തില്ലെങ്കിലും അണ്ടർഗ്രൗണ്ടിൽ ഒത്തിരി വർക്ക് നടക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ബൈബിളുകൾ അച്ചടിച്ചു വിടുന്നത് ചൈനയിൽ നിന്നാണ്. ചൈന സുവിശേഷത്തിന് വേണ്ടി അവർ തുറന്നു കൊടുത്തില്ലെങ്കിലും സുവിശേഷം അവർ നിഷേധിക്കാതിരുന്നത് കൊണ്ട് ദൈവം ആ രാജ്യത്തെ ഒരു സാമ്പത്തിക ശക്തിയാക്കി മാറ്റി. ഇവിടെ നമ്മൾ നോക്കൂ, രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 2 രാജാക്കന്മാർ 2-ാം അധ്യായത്തിൻ്റെ 19 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, ഏലിയാവിൻ്റെ മേൽ വീണ പുതപ്പ് എടുത്ത് വെള്ളത്തെ അടിച്ച് ഏലിയാവ് ചെയ്തതുപോലെ തന്നെ ദൈവത്തിന് സ്തോത്രം ഒരത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട് അവൻ മടങ്ങി യെരിഹോവിലേക്ക് വരുമ്പോൾ അവൻ്റെ ശിഷ്യന്മാർ, അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ അവനെ കണ്ടിട്ട്, അവനെതിരെ നിന്നിരുന്ന പ്രവാചകന്മാർ അവനെ കണ്ടിട്ട് ഏലിയാവിൻ്റെ ആത്മാവ് എലീശയുടെ അധിവസിക്കുന്നു പറഞ്ഞ് അവനെ എതിരേറ്റിയെന്ന് അവൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീണു. നോക്കൂ, ഒരുമിച്ച് ഒരേ ബൈബിൾ സ്കൂളിൽ പഠിച്ചിരുന്ന കുട്ടികൾ. അതിനകത്ത് ഒരുവൻ്റെ മേൽ അഭിഷേകം പകരപ്പെട്ടു എന്ന് കണ്ടപ്പോൾ ബാക്കിയുള്ളവർ അവൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീണു. നോക്കൂ, അഭിഷേകത്തിൻ്റെ ഒരു ശക്തി കണ്ടോ? ഒരുപക്ഷെ നമ്മൾ ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ നിന്ന് പഠിച്ചതായിരിക്കാം, പക്ഷേ അഭിഷേകത്തിൻ്റെ തൈലം വീണപ്പോൾ അവൻ വ്യത്യസ്തനായി. യെരിഹോ നിൻ്റെ ദൈവത്തിന് സ്തോത്രം, നിൻ്റെ ശുശ്രൂഷ മാറ്റുന്ന സ്ഥലമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ യെരിഹോവിലേക്ക് വന്നപ്പോൾ അവിടുത്തെ ആളുകൾ, യെരിഹോ നിവാസികൾ അവൻ്റെ അടുക്കൽ വന്നിട്ട് അവനോട് പറയുന്നൊരു കാര്യമുണ്ട്. ആ പട്ടണക്കാർ എലീശയോട്, ഈ പട്ടണത്തിൻ്റെ ഇരിപ്പ് മനോഹരമായതെന്ന് യജമാനൻ കാണുന്നുവല്ലോ, എന്നാൽ വെള്ളം ചീത്തയും ദേശം ഗർഭനാശകമാകുന്നു എന്ന് പറഞ്ഞു. അതിനവൻ ഒരു പുതിയ തളിക കൊണ്ടുവന്ന് അതിൽ ഉപ്പിടുവിനെന്ന് കൽപ്പിച്ചു. അവർ അങ്ങനെ അത് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ നീരുറവിൻ്റെ അടുക്കൽ ചെന്ന് അതിൽ ഉപ്പിട്ടു. ഞാൻ ഈ വെള്ളം പഥ്യമാക്കിയിരിക്കുന്നു, ഇനി ഇതിനാൽ മരണവും ഗർഭനാശവും ഉണ്ടാകില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. എലീശ പറഞ്ഞതുപോലെ ആ വെള്ളം ഇന്ന് വരെ പഥ്യമായി തന്നെ ഇരിക്കുന്നു. നോക്കൂ, ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നലെ വരെ ദൈവത്തിന് സ്തോത്രം ഒരു പ്രവാചക ദൂത് പറയാൻ കഴിയാതെ ഒരു പ്രവാചക ശിഷ്യനായി മാത്രമിരുന്ന എലീശ ഇപ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രഖ്യാപിക്കുന്ന ഒരു അത്ഭുത മനുഷ്യനായിട്ട് മാറി. ഞാൻ പറഞ്ഞില്ലേ, യെരിഹോ നിനക്ക് ശുശ്രൂഷയുള്ള സ്ഥലമാണ്.
യോർദാനിൽ നിന്ന് ഇരട്ടിപ്പങ്ക് അഭിഷേകം പ്രാപിച്ച് ഇറങ്ങി വന്ന എലീശ ആ പട്ടണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? ആ പട്ടണത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയം, അവിടെ ആ പട്ടണത്തിൻ്റെ ഇരിപ്പ് മനോഹരമാണെങ്കിലും ദേശം ഗർഭനാശകമാണ്. അവിടെ കന്നുകാലികളുടെ പേരും പിറപ്പും ഒരു കാരണവശാലും നടക്കുകയില്ല. മനുഷ്യർക്ക് കുഞ്ഞുങ്ങളുണ്ടാകത്തില്ല. മിസ്കാരേജ് ഉണ്ടാകുന്ന സ്ഥലമാണ്. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ നമുക്കതിൻ്റെ കാരണം കണ്ടുപിടിക്കാൻ കഴിയും. ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, എന്നാൽ നിൻ്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടക്കാഞ്ഞാൽ ഈ ശാപമൊക്കെ നിനക്ക് വന്നു ഭവിക്കും. പട്ടണത്തിൽ നീ ശപിക്കപ്പെട്ടിരിക്കും, വയലിൽ നീ ശപിക്കപ്പെട്ടി, നിൻ്റെ കുട്ടയും മാവ് കുടയ്ക്കുന്ന തൊട്ടി നിൻ്റെ ഗർഭഫലവും കൃഷിനാശവും കന്നുകാലികളുടെ പേരും ആടുകളുടെ പിറപ്പും ശപിക്കപ്പെട്ടിരിക്കും. നോക്കൂ, കന്നുകാലികളുടെ പേരും ആടുകളുടെ പിറപ്പും നിൻ്റെ കൃഷിസ്ഥലവും നിൻ്റെ ഗർഭഫലവും ശപിക്കപ്പെട്ടിരിക്കും. യെരിഹോ ശപിക്കപ്പെടുവാൻ കാരണം എന്താണ്? ജോഷുവ എന്ന് പറയുന്ന ഒരു ദൈവമനുഷ്യൻ ഉച്ചരിച്ചൊരു വാക്കിൻ്റെ പുറത്ത് ഇവിടുത്തെ ഒരു മഹാന്മാർക്കും പണിയാൻ കഴിയാത്ത വിധത്തിൽ, ഒരു രാജാക്കന്മാർക്കും പണിയാൻ കഴിയാത്ത വിധത്തിൽ തലമുറയെ തകർത്ത് കളയുന്ന പട്ടണമായി, തലമുറ ഇല്ലാതാക്കുന്ന പട്ടണമായി, കള്ളന്മാരും കൊള്ളക്കാരും മാത്രമുള്ള, വ്യഭിചാരികളും ദൈവത്തിന് സ്തോത്രം കുരുടന്മാർ മാത്രമുള്ള സ്ഥലമായി, പൊക്കമില്ലാത്ത വളർച്ചയില്ലാത്ത ജനമായി മാറിയ, ബുദ്ധിശൂന്യന്മാരായി മാറിത്തീർന്ന ശപിക്കപ്പെട്ടൊരു പട്ടണമായി തീർന്നു. ഇന്ന് പകൽ ഞാൻ എൻ്റെ വാക്കോട് അവസാനിപ്പിക്കുക. നിങ്ങൾ മനസ്സിലാക്കണം, ആ ദേശം ശപിക്കപ്പെടുവാനുള്ള ഒറ്റ കാരണം ദൈവമക്കൾക്കെതിരെ അത് അടച്ച് ഉറപ്പാക്കിയതാണ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരു കാരണവശാലും ദൈവമക്കൾ നിങ്ങളുടെ അടുക്കൽ സുവിശേഷം അറിയിക്കാൻ വരുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ ഒരു കാരണവശാലും അപമാനിക്കരുത്. അദ്ദേഹം കൊണ്ടുവരുന്ന സന്ദേശം അദ്ദേഹത്തിൻ്റെതല്ല. അത്യുന്നതനായ ദൈവം കൽപ്പിച്ചിട്ടാണ് ആ മനുഷ്യൻ വരുന്നത്. നിങ്ങൾ ശപിക്കപ്പെടുവാൻ വേറെ ഒന്നും വേണ്ട. അവൻ്റെ വചനത്തോട് മത്സരിക്കുന്നവർ ബന്ധനത്തിലാകുമെന്ന് സങ്കീർത്തനക്കാരൻ 107-ാം സംഘത്തിൽ പറയുന്നുണ്ട്. ഞാൻ എൻ്റെ വാക്കുകളോട് അവസാനിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ ആ ദൈവവചനം അനുസരിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം. ദൈവം സഹായിക്കട്ടെ. താങ്ക് യു.